പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം പഠിക്കാനുള്ളൊരവസരം ദൈവം നമുക്ക് നൽകുകയാണ്. ഏറ്റവും സന്തോഷത്തോടെ സ്നേഹത്തോടെ ഉറവിടങ്ങളിലേക്ക് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ വചന പഠനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 40 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കിയത്. ഇന്ന് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 41 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ സമയം പോലെ അത് തീരുന്നത് വരെയുള്ള ഭാഗങ്ങൾ വായിച്ച് വ്യാഖ്യാനിക്കാമെന്നാണ് വിചാരിക്കുന്നത്. 6-ാം അധ്യായത്തിൻ്റെ 41 മുതലുള്ള തിരുവചനം: സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം ഞാനാണെന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ പിറുപിറുത്തു. അവർ പറഞ്ഞു, ഇവൻ ജോസഫിൻ്റെ മകനായ യേശുവല്ലേ? ഇവൻ്റെ പിതാവിനെയും മാതാവിനെയും നമുക്കറിഞ്ഞുകൂടെ? പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിരിക്കുന്നുവെന്ന് ഇവൻ പറയുന്നത്? യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം പിറുപിറുക്കേണ്ടതില്ല. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുത്തേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകുമെന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിൻ്റെ അർത്ഥം. ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവൻ്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. അങ്ങനെ ഈശോ പറഞ്ഞ് താഴേക്ക് വരുമ്പോൾ 52-ാമത്തെ വാക്യം, ഇതേപ്പറ്റി യഹൂദരുടെ ഇടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവനെ എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു. അതായത് ജനത്തിന് 2 സംശയങ്ങളുണ്ടാവുകയാണ്. ഈ 41 മുതൽ ഉള്ള വാക്യങ്ങൾ താഴേക്ക് വായിക്കുമ്പോൾ നാം കാണുന്നത് ജനത്തിന് 2 സംശയങ്ങളുണ്ടാവുകയാണ്. ഒന്നാമത്തെ സംശയം, ഇവൻ മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും മകനല്ലേ? ഇവൻ ജോസഫിൻ്റെ മകനായ യേശുവല്ലേ? ഇവൻ്റെ പിതാവിനെയും മാതാവിനെയും നമുക്കറിഞ്ഞുകൂടെ? പിന്നെ എങ്ങനെയാണ് ഇവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ഇവൻ പറയുന്നത്? ഇതാണ് ജനത്തിൻ്റെ ആദ്യത്തെ സംശയം. സ്വാഭാവികമായ സംശയമാണ്. ഇവൻ വന്നത് നസറത്തിൽ നിന്നല്ലേ? ഇവൻ്റെ മാതാവും പിതാവും ജോസഫും മറിയവുമല്ലേ? പിന്നെ എങ്ങനെയാണ് ഇവൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നു എന്ന് പറയുന്നത്? അപ്പോൾ ഇതിന് യേശുവിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്. യേശു ഉത്തരം പറയുന്നത് വളരെ ശ്രദ്ധിച്ച് വായിക്കുക. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പിറുപിറുക്കേണ്ട. എന്നെ അയച്ച പിതാവ്. യേശുവിൻ്റെ ഉത്തരം കണ്ടോ? യേശുവിൻ്റെ ഉത്തരം പറയുന്നത്, മൈ ഫാദർ ഈസ് ഡിഫറൻറ്റ്. എന്നെ അയച്ച പിതാവ്. എന്നെ അയച്ച ജോസഫ് എന്നല്ല പറയുന്നത്, എന്നെ അയച്ച സ്വർഗസ്ഥനായ പിതാവ്. അപ്പോൾ ഈശോ തൻ്റെ പൈതൃകം, തൻ്റെ പിതൃത്വം ദൈവപിതാവിൽ ആരോപിക്കുന്നു. പിതാവാണ് തൻ്റെ അപ്പനെന്ന് പറയുന്നു, ദൈവമാണ് തൻ്റെ പിതാവെന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് യേശുവിൻ്റെ ഉത്തരം. എൻ്റെ പിതൃത്വം സ്വർഗത്തിലേതാണ്. സ്വർഗമാണ് എൻ്റെ ഉറവിടം. ഞാൻ വന്നിരിക്കുന്നത് സ്വർഗത്തിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നത് ജോസഫിനെയും മറിയത്തെയുമാണ് എൻ്റെ മാതാപിതാക്കളായിട്ടെങ്കിലും ഞാൻ പിതാവിൽ നിന്ന് വന്നതാണ്. എന്നെ അയച്ച പിതാവ്. മൈ ഫാദർ ഈസ് ഡിഫറൻറ്റ്. അപ്പോൾ എന്നിട്ട് പറയുകയാണ്, പിതാവിനെ യഥാർത്ഥമായി ശ്രദ്ധിച്ചിട്ടുള്ളവർക്കെല്ലാം എന്നെ മനസ്സിലാവും. പിതാവിനെ യഥാർത്ഥമായി ശ്രദ്ധിച്ചിട്ടുള്ള ഏതൊരാൾക്കും എന്നെ മനസ്സിലാവും. അതാണ് ഈശോ പറയുന്നത്. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം പിറുപിറുക്കേണ്ടതില്ല. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും. കണ്ടോ? ദൈവം പഠിപ്പിച്ചിട്ടുള്ളവർക്ക്, ദൈവത്തെ ശ്രവിച്ചിട്ടുള്ളവർക്ക്, ദൈവത്തെ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് യേശുവിനെ മനസ്സിലാവും. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകുമെന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ
എഴുതപ്പെട്ടിരിക്കുന്നു, പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. കണ്ടോ? അപ്പോൾ ഈശോ പറയുകയാണ്, എൻ്റെ അടുത്തേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല, നിങ്ങളെൻ്റെ പിതാവും മാതാവും ജോസഫും മറിയവുമാണെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നിൽ നിന്ന് മാറി നിൽക്കുകയാണ്. എന്നാൽ എൻ്റെ അടുക്കലേക്ക് വരും. ആര് വരും? പിതാവിനെ ശ്രദ്ധിച്ചിട്ടുള്ളവർ, പിതാവിനെ ശ്രവിക്കുന്നവർ, പിതാവിനാൽ പഠിപ്പിക്കപ്പെട്ടവർ, യഥാർത്ഥമായി ദൈവത്തെ ശ്രദ്ധിച്ചിട്ടുള്ളവർ യേശുവിൽ എത്തിച്ചേരും. ഇതാണ് ഈശോയുടെ ആർഗ്യുമെൻറ്റ്. പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുക്കൽ വരും. ഇനി അങ്ങനെ ഞാൻ ജീവൻ്റെ അപ്പമാണ് എന്ന് വിശ്വസിച്ച് എൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നാൽ ആ ആൾക്ക് ഞാൻ നിത്യജീവൻ നൽകും. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇനി ജനത്തിനിടയിലെ രണ്ടാമത്തെ സംശയം എന്ന് പറയുന്നത്, ഇവന് തൻ്റെ ശരീരം എങ്ങനെയാണ് ഭക്ഷണമായി തരാൻ കഴിയുന്നത്? അപ്പോൾ ഒന്നാമത്തെ സംശയത്തെ ഈശോ അഡ്രസ്സ് ചെയ്ത് കഴിയുമ്പോഴാണ് ജനത്തിന് ഈ രണ്ടാമത്തെ സംശയം ഉണ്ടാകുന്നത്. ഒന്നാമത്തെ സംശയം എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. ഇവൻ്റെ മാതാപിതാക്കന്മാർ മറിയവും ജോസഫും അല്ലേ, പിന്നെ എങ്ങനെയാണ് ഇവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് പറയുന്നത്? അപ്പോൾ അതിന് ഈശോ കൊടുത്ത ഉത്തരം, എൻ്റെ പിതൃത്വം, എൻ്റെ പൈതൃകം വ്യത്യാസമാണ്. ഞാൻ ഭൂമിയുടേതല്ല, സ്വർഗത്തിൻ്റേതാണ്. എൻ്റെ അപ്പൻ പിതാവായ ദൈവമാണ്. വാക്യം 46. ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിൻ്റെ അർത്ഥം. ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. ദൈവത്തിൽ നിന്നുള്ളവൻ എന്ന് പറഞ്ഞാൽ യേശു മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടെന്ന് പറയുമ്പോൾ എന്തെങ്കിലും വിശ്വസിക്കുന്നവനെന്നല്ല, ഇത് നേരത്തെ ഈശോ വ്യക്തമാക്കിയതാണ്. തൊട്ട് മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞാണ്, യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അപ്പോൾ എന്താണ് വിശ്വസിക്കേണ്ടതെന്നാണ് ഇനി പറയുന്നത്. 48. ഞാൻ ജീവൻ്റെ അപ്പമാണ്. ജീവൻ്റെ അപ്പം, ലിവിങ് ബ്രെഡ് എന്ന് പറഞ്ഞാൽ ജീവനുള്ള അപ്പം എന്നും അർത്ഥമുണ്ട്, ജീവൻ നൽകുന്ന അപ്പം എന്നും അർത്ഥമുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. ജീവൻ്റെ അപ്പം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജീവനുള്ള, ലിവിങ് ബ്രെഡ് എന്ന അർത്ഥമുണ്ട്, ജീവനുള്ള അപ്പം, അതുപോലെ തന്നെ ജീവദായകമായ, ജീവൻ നൽകുന്ന അപ്പം. ഞാൻ ജീവൻ്റെ അപ്പമാണ്. 49. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. നേരത്തെ ഇവർ കൊണ്ടുവന്ന ആർഗ്യുമെൻ്റാണിത്. എന്താണ്? നീ മോശയേക്കാൾ വലിയവനാണോ? മോശയാണ് വലിയവൻ, കാരണം മോശ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾക്ക് മന്ന തന്നു. അപ്പോൾ ഈശോ വീണ്ടും മന്നായിലേക്ക് തിരിച്ചു വരികയാണ്. ഞാൻ ജീവൻ്റെ മന്നായാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് ഭക്ഷിച്ച മന്ന ഭക്ഷിച്ചവരെല്ലാവരും മരിച്ചുപോയി. എന്നാൽ 50. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. അപ്പോൾ ഈ അപ്പത്തിൻ്റെ പ്രത്യേകത, അത് ജീവൻ തരുന്ന അപ്പമാണ്, നിത്യജീവൻ തരുന്ന അപ്പമാണ്. 51. ജനത്തിൻ്റെ രണ്ടാമത്തെ സംശയത്തിലേക്ക് വരികയാണ്. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് എന്ന് അവൻ പറയുമ്പോൾ, ഇത്തരം കാര്യങ്ങളാണ് ഈശോ പറഞ്ഞിപ്പോൾ അവസാനിപ്പിക്കുന്നത്. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് വന്നു. 2, ഈ അപ്പം ജീവനുള്ള അപ്പമാണ്. 3, ആര് അപ്പം ഭക്ഷിക്കുന്നോ അവൻ എന്നേക്കും ജീവിക്കും. അങ്ങനെ ജീവനുണ്ടാകാൻ വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഈ 4 കാര്യങ്ങളാണ് ഈശോ പറഞ്ഞത്. ഞാൻ ഒന്നുകൂടെ പറയാം. 1, ഈശോ പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. ഞാൻ ഭൂമിയുടേതല്ല, എൻ്റെ പിതൃത്വം സ്വർഗത്തിലാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. രണ്ടാമതായിട്ട് ഈശോ പറയുകയാണ്, ഞാൻ ജീവനുള്ള അപ്പമാണ്. ജീവനുള്ള അപ്പം എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന അപ്പം, രണ്ടാമതായിട്ട് ജീവൻ നൽകുന്ന അപ്പം. മൂന്നാമതായിട്ട് ഈശോ പറയുകയാണ്, ആരെങ്കിലും ഈ അപ്പം ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. അങ്ങനെ എന്നേക്കും ജീവിക്കാനുള്ള, അല്ലെ നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന ഈ അപ്പം എൻ്റെ ശരീരമാണ്. ഈ 4 കാര്യങ്ങൾ ഈശോ പറഞ്ഞു കഴിയുമ്പോൾ ജനത്തിൻ്റെ രണ്ടാമത്തെ സംശയം, 52-ാമത്തെ വാക്യം, ഇതേപ്പറ്റി യഹൂദരുടെ ഇടയിൽ തർക്കമുണ്ടായി. രണ്ടാമത്തെ സംശയം ഇതാണ്, ഇവൻ്റെ ശരീരം
ഭക്ഷണമായി തരാൻ ഇവനെങ്ങനെ കഴിയും? എങ്ങനെയാണ് ഇവൻ്റെ ശരീരം? ഇതൊക്കെ സ്വാഭാവികമായ സംശയങ്ങളാണ് ജനത്തിൻ്റെ. എങ്ങനെയാണ് ഇവൻ്റെ ശരീരം ഭക്ഷണമായി തരാൻ കഴിയുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഓരോ സംശയം ജനം ഉന്നയിക്കുമ്പോഴും ഈശോ ആ സംശയത്തെ തള്ളിക്കളയുകയല്ല, അതിന് മറുപടി നൽകുകയാണ്, അത് വിശദീകരിക്കുകയാണ്. അത് വളരെ അവധാനതയോടെ, വളരെ അനുകമ്പയോടെ ജനത്തിൻ്റെ സംശയങ്ങളെ നിവാരണം ചെയ്യുന്ന ഒരു ഗുരുവിനെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈശോ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, ഇതേപ്പറ്റി യഹൂദരുടെ ഇടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവനെങ്ങനെ കഴിയും എന്നവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എങ്ങനെയാണ് ഇവൻ്റെ ശരീരം ഇവന് ഭക്ഷണമായി തരാൻ കഴിയുന്നത്? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് ജനം നിൽക്കുകയാണ്. ഉത്തരം കർത്താവ് പറയുകയാണ്, ശരീരമെന്ന് മാത്രമല്ല, ഇവിടെ രക്തമൊന്നും ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ അത് കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും. ഇത്രയും നാൾ ശരീരമെന്ന് പറഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. കാരണം ഈ രക്തം ഊറി വരുന്ന രക്തമുള്ള ഭക്ഷണം യഹൂദന് നിഷിദ്ധമായിരുന്നു. ഈ കോഷർ ബുച്ചർ എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. അല്ലെങ്കിൽ കോഷർ ഫുഡ് എന്ന് പറഞ്ഞാൽ യഹൂദന് ദൈവം നൽകിയ നിയമങ്ങളനുസരിച്ച് നിയമവിധേയമായി കഴിക്കാവുന്ന ഭക്ഷണങ്ങളാണ് ഈ കോഷർ ഫുഡ്. അല്ലെങ്കിൽ കോഷർ ബുച്ചർ എന്ന് പറഞ്ഞാൽ ഈ രക്തം മുഴുവൻ വാർന്നു പോകാൻ അനുവദിച്ചിട്ട് മാംസം, ഈ മൃഗത്തെ കൊല്ലുന്ന ആളുകൾ അതിൻ്റെ രക്തം മുഴുവൻ വാർന്നു പോയി മുഴുവൻ രക്തവും ഊറി ഒഴുകി ഇല്ലാതായതിന് ശേഷം മാംസം എടുത്ത് അങ്ങനെ മാംസം കൊടുക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ ബ്ലഡ് വാസ് ഫോർബിഡൻ, രക്തം നിഷിദ്ധമാണ്. രക്തത്തോട് കൂടിയത് ഭക്ഷിക്കരുത്, കാരണം രക്തത്തിൽ ജീവനുണ്ടെന്ന് ലേവ്യരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ബ്ലഡ് കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇനി കാര്യങ്ങൾ കൂടുതൽ കുഴഞ്ഞു മറിയാൻ പോവുകയാണ്. കർത്താവ് പറയുകയാണ്, ഈ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വായിച്ചാൽ മാത്രം മനസ്സിലാവുന്ന ഒരു സുവിശേഷമാണിത്. അതുകൊണ്ട് ഞാൻ വീണ്ടും വളരെ ശ്രദ്ധ വെക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ചോദ്യം എന്തായിരുന്നു? ഇവനെങ്ങനെയാണ് ഇവൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഇവൻ്റെ ശരീരം നമുക്ക് ആഹാരമായി തരാൻ കഴിയുന്നത്? ഉത്തരം പറയുകയാണ്, എൻ്റെ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ ജീവനുണ്ടായിരിക്കുകയില്ല. അപ്പോൾ അത് ഉത്തരമായിട്ട് തോന്നുന്നില്ല. സാധാരണഗതിയിൽ നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരമായിട്ട് തോന്നിയോ? ഇത് കാര്യങ്ങൾ കുഴഞ്ഞു മറിയുന്ന പോലല്ലേ നിങ്ങൾക്ക് തോന്നിയത്? എന്നാൽ ഇത് ഉത്തരമാണ്. ഇതാണ് ഉത്തരം. ഇവൻ എങ്ങനെയാണ് നിൻ്റെ ശരീരം ഭക്ഷണമായി തരാൻ കഴിയുന്നത്? ഉത്തരം, നിങ്ങൾ ശരീരം ഭക്ഷിക്കണം, രക്തം കുടിക്കണം. ഈ രക്തം കുടിക്കുക എന്നത് ആഡ് ചെയ്യുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് യേശുവിൻ്റെ മരണമാണ്. The assumption here is, when Jesus is killed, we get his body and blood. അപ്പോൾ രക്തവും കൂടെ ആഡ് ചെയ്യുന്നത് കാര്യങ്ങളെ ആശയക്കുഴപ്പത്തിൽ സങ്കീർണമാക്കുകയല്ല, കൂടുതൽ വിശദീകരിക്കുകയാണ്. ഞാൻ എൻ്റെ ശരീരം നിങ്ങൾക്ക് നൽകും ഭക്ഷണമായി. എങ്ങനെയാണ്? ഞാൻ എൻ്റെ ശരീരം കുരിശിൽ കൊല്ലപ്പെടുമ്പോൾ, എൻ്റെ രക്തം കുരിശിൽ ഒഴുക്കപ്പെടുമ്പോൾ, എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കുമ്പോൾ, എൻ്റെ മരണത്തിന് ശേഷമാണ് എൻ്റെ ശരീരവും രക്തവും നിങ്ങൾക്ക് ഭക്ഷണവും പാനീയവുമായി നൽകുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പടിപടിയായി പരിശുദ്ധ കുർബാന എന്ന മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യവും മനുഷ്യബുദ്ധിക്ക് അജ്ഞേയവുമായ ഗ്രഹിക്കാനാവാത്ത ഈ മഹാസത്യത്തെ പടിപടിയായി യേശു മാനവരാശിയുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ആ പ്രബോധനം നമ്മൾ ഇന്ന് എല്ലാം ഒരു പരിധിവരെ കാര്യങ്ങളെ വ്യക്തതയോടുകൂടി കാണുന്ന ഒരു കാലത്ത് നിന്ന് തിരിഞ്ഞ് ആ കാലത്തിലേക്ക് നോക്കി ഇതൊക്കെ വായിക്കുമ്പോൾ ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചിലപ്പോൾ തോന്നാം. പക്ഷേ ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തതയും ഇല്ലാതിരുന്ന ഒരു ജനതയുടെ മുമ്പിലേക്ക് ഒരു മഹാനിഗൂഢ രഹസ്യത്തിൻ്റെ ചുരുളഴിക്കുമ്പോൾ അത് ദൈവം വളരെ വളരെ സൂക്ഷ്മതയോടെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്.
അപ്പോൾ ശരീരം ഭക്ഷണമായിട്ട് തരും. എങ്ങനെയാണ്, എപ്പോഴാണ്? ഞാൻ കൊല്ലപ്പെടുമ്പോൾ. അപ്പോൾ അതാണ് ഇവിടുത്തെ അസംഷൻ. വെൻ ഐ ആം കിൽഡ് ഐ ഗിവ് മൈ ബോഡി ആൻഡ് ബ്ലഡ് ആസ് ഫുഡ്. അപ്പോൾ ഇനി നമ്മൾ ഈ ഇതുവരെ വായിച്ച കുറച്ച് വാക്യങ്ങളുണ്ട്, അതുകൊണ്ട് ഒന്ന് വായിക്കാം. അപ്പോൾ അവിടെ പറയുകയാണ്, യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാനവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കുന്നു. അപ്പോൾ വായിക്കുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കുറേ കൂടി വ്യക്തതയോടെ പറയുകയാണ്. ഒന്ന്, നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കില്ല. ഇനി അത് വിശദീകരിക്കുകയാണ്. ജീവൻ ഉണ്ടായിരിക്കില്ല. ജീവൻ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഞാൻ അവനെ ഉയർപ്പിക്കുമ്പോഴാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനെ അവസാന ദിവസം ഞാൻ ഉയർപ്പിക്കും. അങ്ങനെയാണ് അവന് ജീവൻ ഉണ്ടാവുന്നത്. അടുത്തത്, എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. ട്രൂ ബ്ലഡ്, ട്രൂ ഡ്രിങ്ക്, യഥാർത്ഥം. അപ്പോൾ അത് പറയാൻ കാരണം അത് മന്നായുടെ പശ്ചാത്തലത്തിലാണ്. മന്ന നിഴലായിരുന്നു ഇതിൻ്റെ. ഇതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തിൻ്റെ സിമ്പലായിരുന്നു, നിഴലായിരുന്നു മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ ഭക്ഷിച്ച മന്ന. അപ്പോൾ ഇതാണ് ട്രൂ ബ്രെഡ്, ഇതാണ് ട്രൂ മന്ന, ഇതാണ് യഥാർത്ഥ ഭക്ഷണം, യഥാർത്ഥ പാനീയം. ഇനി എങ്ങനെയാണ് മനുഷ്യപുത്രന് ജീവൻ നൽകാൻ കഴിയുന്നത്? ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. പിതാവിന് തന്നെ ജീവനുണ്ട്. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. കാരണം എന്താണ്? എനിക്ക് പിതാവ് തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ വരം തന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കഫർനാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവനിത് പറഞ്ഞത്. ഇനി അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കയറുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ ഈ ഇത്രയും ഭാഗം വായിച്ചപ്പോൾ, വളരെ ദീർഘമായ ഒരു വായനയായിരുന്നു ഇത്, 6-ാം അധ്യായത്തിൽ. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ വായിച്ചപ്പോൾ നിങ്ങൾ ആവർത്തിച്ച് കണ്ട ഒരു വാക്കുണ്ട്. ആ വാക്കാണ് ജീവൻ. ദ കീ വേർഡ് റിപ്പീറ്റഡ് ഹിയർ ഈസ് ലൈഫ്. ജീവൻ 12 തവണയാണ് നമ്മൾ ഈ വായിച്ച ഭാഗത്ത് ഈ വാക്ക് ആവർത്തിക്കപ്പെട്ടത്. ജീവൻ 6:33 6:35 6:40 6:47 6:48 6:51 51 3 പ്രാവശ്യമുണ്ട്, 6:53 6:54 6:57 6:58 12 പ്രാവശ്യമാണ് ഇത് ആവർത്തിക്കപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മളതിലേക്ക് പിന്നീട് തിരിച്ചു വരും. ഈ ജീവൻ എന്ന് പറയുന്നത് ഈ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ആശയമാണ്. അപ്പോൾ ഇത്രയും ഈശോ പറഞ്ഞു കഴിയുമ്പോൾ ഇനി 60 മുതലുള്ള വാക്യങ്ങൾ, ഇത് കേട്ട ശിഷ്യന്മാരുടെ പ്രതികരണം. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് തരംതിരിച്ച് കാണാനായിട്ട് പരിശ്രമിക്കുകയാണ്. ഒന്ന്, ഇത് ഈ ഈശോയുടെ അടുത്തേക്ക് വരുമ്പോൾ ഈ ഒരു 10,000-കണക്കിന് ആളുകൾ യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, അപ്പം തിന്നവർ. അപ്പോൾ അത് കേട്ട ഒരു സാമാന്യ ജനത്തിൻ്റെ പ്രതികരണമാണ് ഇത്രയും നേരം പറഞ്ഞത്. ഒരു കോമൺ ഗ്രൂപ്പ്, കോമൺ മെൻ, ഒരു പബ്ലിക്. ഇനി പറയാൻ പോകുന്നത് കുറേ കൂടെ അടുത്ത് നിന്ന ഒരു ഗ്രൂപ്പിൻ്റെ പ്രതികരണമാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് 12 അപ്പസ്തോലന്മാരുടെ പ്രതികരണത്തിലേക്ക് നമ്മൾ വരും. ഇങ്ങനൊരു 3 തട്ടിലാണ് പരിശുദ്ധ കുർബാനയോട് ജനം പ്രതികരിക്കുന്നത്. അതായത് ആദ്യം പ്രതികരിക്കുന്നത് സാമാന്യ ജനമാണ്. അത് 10,000-കണക്കിന് വരുന്ന ജനമുണ്ട്. ആ ജനമാണ് സിനഗോഗിലും കഫർനാമിലെ സിനഗോഗിലും പരിസര പ്രദേശങ്ങളിലുമായിട്ട് സമ്മേളിച്ച കടലിൻ്റെ മറുകരയിൽ വെച്ച് യേശുവിനെ കണ്ടുമുട്ടിയ ആ ജനം. അപ്പോൾ അതിനെ ഒരു വലിയ ഗ്രൂപ്പാണത്. ആ ജനത്തിൻ്റെ സംശയമാണ് ഇപ്പം ഞാൻ പറഞ്ഞ ഈ 2 സംശയം. ഒന്ന്, മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും മകനല്ലേ,
രണ്ടാമത് ഇവനെങ്ങനെയാണ് ഇവൻ്റെ ശരീരം ഭക്ഷണമായിട്ട് തരാൻ പറ്റുന്നത്. അപ്പോൾ ആ സംഭവങ്ങൾ ആ ജനത്തിൻ്റെ സംശയങ്ങളെല്ലാം ദൂരീകരിച്ച് യേശു സംസാരിച്ച് കഴിയുമ്പോൾ ഇനി അടുത്തൊരു ഗ്രൂപ്പ് സംശയവുമായിട്ട് വരികയാണ്. അടുത്തൊരു ഗ്രൂപ്പിൻ്റെ റെസ്പോൺസിലേക്ക് നമ്മൾ പോവുകയാണ്. ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ശിഷ്യന്മാരാണ്. ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ അപ്പസ്തോലന്മാർ ആയിട്ട് കാണരുത്, നൂറുകണക്കിന് വരുന്ന ഒരു അടുത്ത ഗ്രൂപ്പാണ്. എപ്പോഴും ഈശോയുടെ ശിഷ്യ സമൂഹത്തിന് ഇങ്ങനെ ഒരു ഗ്രഡേഷൻ ഉണ്ടായിരുന്നു. അതായത് വലിയൊരു ജനാവലി യേശുവിനെ കേട്ടിരുന്നു. അപ്പോൾ അവർ യേശുവിനെ കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. യേശു സംസാരിക്കുന്നതൊക്കെ അവർ ശ്രദ്ധിക്കുമായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് ശിഷ്യന്മാർ, അതൊരു നൂറുകണക്കിന് ശിഷ്യന്മാർ യേശുവിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അതിനകത്ത് പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്തു നിന്നുള്ള അടുത്തൊരു ഗ്രഡേഷനാണ് ഈ 72 പേര്, ഈശോ ഗ്രാമങ്ങളിലേക്ക് തനിക്ക് മുമ്പേ അയക്കുന്ന 72 പേര്. പിന്നെ അതിനകത്തു വരുന്ന വേറൊരു ചെറിയ ഗ്രൂപ്പാണ് 12 അപ്പസ്തോലന്മാർ. ഇനി 12 അപ്പസ്തോലന്മാരുടെ കൂട്ടത്തിനകത്ത് തന്നെ പിന്നെ വേറൊരു ചെറിയ ഗ്രൂപ്പുണ്ട്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. അങ്ങനെ ഇങ്ങനെ ചുരുങ്ങി ഹൃദയ അടുപ്പത്തിൻ്റെ ആഴമനുസരിച്ച് ചുരുങ്ങി വന്ന ഒരു ഗ്രൂപ്പുണ്ട് ശിഷ്യന്മാരുടെ. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൽ ഏത് ഗ്രൂപ്പിൻ്റെ ഭാഗമാവാം എന്നുള്ളത് ഓരോ ഭക്തൻ്റെയും മുമ്പിലെ ഒരു ആത്മീയ വെല്ലുവിളിയാണ്. വലിയ യേശുവിനെ അറിയുന്ന, യേശുവിനെ കുറച്ചൊക്കെ യേശുവിനെ ഗൗരവമായിട്ട് പരിഗണിക്കുന്ന, യേശുവിനെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന വലിയൊരു സാമാന്യ ജനത്തിൻ്റെ ഭാഗമാവാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ യേശുവിനെ അടുത്ത് അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന അടുത്ത ഒരു ചെറിയ ഗ്രൂപ്പിൻ്റെ ഭാഗമാവാം. അല്ലെങ്കിൽ യേശുവിന് വേണ്ടി അയക്കപ്പെടുന്ന ഒരു 72 പേരുടെ ഭാഗമാവാം. അല്ലെങ്കിൽ യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാവുന്ന 12 അപ്പസ്തോലന്മാരുടെ ഭാഗമാവാം. ഇനി ആ കൂട്ടത്തിൽ വളരെ ഹൃദയ അടുപ്പം യേശുവിനോട് സൂക്ഷിച്ച് അവൻ്റെ ഹൃദയ രഹസ്യങ്ങൾ ആവോളം നുകർന്ന് മനസ്സിലാക്കുന്ന പത്രോസിൻ്റെയും യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും ഹൃദയം പോലെയുള്ള ഒരു ഹൃദയമുള്ള ശിഷ്യ സമൂഹത്തിൻ്റെ ഭാഗമാവാം. യേശു സ്നേഹത്തിന് ഇങ്ങനെ അടരുകളുണ്ട്. ആ അടരുകൾ നിങ്ങളുടെ യേശു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. നമുക്ക് കൂടുതൽ സ്നേഹത്തോടെ ഈ സുവിശേഷം പഠിച്ച് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കാം. നിങ്ങൾ വചനം പഠിക്കാൻ കാണിക്കുന്ന ശ്രദ്ധയ്ക്ക് ഞാൻ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.